ഹലോ നമസ്കാരം കൂട്ടുകാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് RBI റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 2026-ന്റെയാണ്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷനാണ്, പുതിയ നോട്ടിഫിക്കേഷനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് 12ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഇവരുടെ നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. ഓഫീസ് അറ്റൻഡന്റിന്റെ വേക്കൻസിയാണ്, 10ാം ക്ലാസ്സുകാർക്കുള്ള വേക്കൻസിയാണ്. പക്ഷേ 12ാം ക്ലാസ്സുകാർക്കും അണ്ടർ ഗ്രാജുവേറ്റിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ബാക്കി നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്തായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കൂടാതെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലേ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ തുടങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. വേക്കൻസീസ് മേജർ സിറ്റി, നമ്മുടെ കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 26 വേക്കൻസി ഉണ്ട്. നല്ല രീതിയിലുള്ള വേക്കൻസിയാണ്. അതായത് കുറച്ച് നാളായിട്ട് 10ാം ക്ലാസ് 12ാം ക്ലാസ്സുകാർക്കുള്ള വേക്കൻസികളൊന്നും വരുന്നില്ലായിരുന്നു. പക്ഷെ ഈ ഒരു 2026 ആയപ്പോഴത്തേക്ക് വളരെയേറെ വേക്കൻസികൾ വരുന്നുണ്ട് 10ാം ക്ലാസ്സുകാർക്കും 12ാം ക്ലാസ്സുകാർക്കും. അപ്പോൾ നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഒരു ഏജ് ലിമിറ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോലിയില്ലാത്ത നിങ്ങൾക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ അതൊരു വളരെ നല്ല ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമുക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരും ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത്. 10ാം ക്ലാസ്സുകാർക്ക് പറ്റിയ വേക്കൻസിയാണ്, ഓഫീസ് അറ്റൻഡന്റിന്റെയാണ്. ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് 26 ഉണ്ട്, ചെന്നൈയിൽ 71 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഇനി തിരുവനന്തപുരത്ത്, പക്ഷെ നിങ്ങൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. തമിഴ് അറിയാത്തവർക്ക് പിന്നെ ചെന്നൈയിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അവര് ലോക്കൽ ലാംഗ്വേജിന്റെ ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ മലയാളം ലാംഗ്വേജിൽ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ, നമ്മൾ കേരളീയരല്ലെങ്കിൽ മലയാളികളായതുകൊണ്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ മലയാളത്തിൽ പഠിച്ചത് കൊണ്ട് നമുക്ക് ആ ടെസ്റ്റ് കൊടുക്കണ്ട. ഇല്ല, നിങ്ങൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോക്കൽ ലാംഗ്വേജിന്റെ, നിങ്ങൾക്ക് തമിഴ് അറിയാമെന്ന് അവരെ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. അപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമ്മുടെ SLC സർട്ടിഫിക്കറ്റ് മലയാളം ഉണ്ട്, നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ട്, നമ്മൾ മലയാളത്തിൽ അറിയാം. നമ്മൾ ഇവിടെ തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിൽ നമ്മൾ എവിടെ ജീവിക്കുന്നെന്ന് പറയാം. അപ്പൊ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കണം. ചെന്നൈയിൽ 71 വേക്കൻസി ഉണ്ട്, ബാംഗ്ലൂരിൽ 28 വേക്കൻസി ഉണ്ട്. ഓഫീസ് അറ്റൻഡന്റിന്റെ വേക്കൻസിയാണ്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പും ലൈക്കും ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സുകാർ, നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് വേക്കൻസി ഒന്നും വരുന്നില്ല. ഈ പുതിയ വേക്കൻസി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് എനിക്ക്. നിങ്ങൾ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ നോട്ടിഫിക്കേഷൻ. RBI ഓഫീസ് അറ്റൻഡന്റ് റിക്രൂട്ട്മെന്റ് 2026 ചെക്ക് എലിജിബിലിറ്റി ആൻഡ് സെലക്ഷൻ പ്രോസസ്. ആൾ ഓവർ ഇന്ത്യയിൽ 600-ൽ കൂടുതൽ വേക്കൻസി ഉണ്ട്. പക്ഷെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് നമുക്ക് 26 വേക്കൻസി ഉണ്ട്. അപ്പൊ നമ്മളത് നോക്കിയാൽ മതി, കേരളത്തിലെ കാര്യം നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് തമിഴ് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെന്നൈയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 71 വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ 28 വേക്കൻസി ബാംഗ്ലൂരിലുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കന്നഡ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു ലോക്കൽ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് RBI ഓഫീസ് അറ്റൻഡന്റ് റിക്രൂട്ട്മെന്റ് 2026 നോട്ടിഫിക്കേഷൻ. ഇവിടെ പറയുന്നു ഓഫീസ് അറ്റൻഡന്റ് റിക്രൂട്ട്മെന്റ് 2026 നോട്ടിഫിക്കേഷൻ എക്സ്പെക്ടഡ് ടു ബി റിലീസ്ഡ് ഇൻ ജനുവരി. ഈ മാസം തന്നെ ഇതിന്റെ ആ ഒരു ഡീറ്റെയിൽ ആയ നോട്ടിഫിക്കേഷൻ അവര് റിലീസ് ചെയ്യും എന്നാ പറയുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക്, താഴോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെ ഇത് ജോബ് പ്രൊഫൈൽ എന്താണെന്ന്. ഓർഗനൈസേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI, പോസ്റ്റ് നെയിം ഓഫീസ് അറ്റൻഡന്റ്, റിക്രൂട്ട്മെന്റ് ഇയർ 2026, എക്സ്പെക്ടഡ് വേക്കൻസീസ് അപ്രോക്സിമേറ്റ് 600+ പറയുന്നത്. ജോബ് ടൈപ്പ് ഗവൺമെന്റ് ബാങ്ക് പെർമനന്റ് ജോബാണിത്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. സെലക്ഷൻ പ്രോസസ് ഓൺലൈൻ ടെസ്റ്റ് ആൻഡ് ലാംഗ്വേജ് പ്രൊവിഷൻസ് ടെസ്റ്റ് ഉണ്ട്. അത് ലാംഗ്വേജ് പ്രൊവിഷൻസ് ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ മലയാളത്തിലായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th ക്ലാസ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ് ഇവിടെ പറയുന്നത്. RBI ഓഫീസ് അറ്റൻഡന്റ് 2026 ഇമ്പോർട്ടന്റ് ഡേറ്റ്. നോട്ടിഫിക്കേഷൻ റിലീസ് ഡേറ്റ് ജനുവരി 26. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് ജനുവരി തന്നെ ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഓൺലൈൻ ഫെബ്രുവരി 20. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഓൺലൈൻ ഫെബ്രുവരി 26 നിങ്ങൾക്ക് ലാസ്റ്റ് ജനുവരിയിൽ തുടങ്ങി ഫെബ്രുവരി വരെ ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് ടു പേ ആപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗവൺമെന്റ് ജോബാണ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ ഒരു ഫീസ് ഉണ്ടായിരിക്കും. പക്ഷെ വളരെ കുറവായിരിക്കും, 500 താഴെയോ ആയിരിക്കും.
അഡ്മിറ്റ് കാർഡ് റിലീസ്ഡ് ഡേറ്റ് പറയുന്നില്ല, ഫെബ്രുവരിയിലായിരിക്കും. ഓൺലൈൻ എക്സാം ഡേറ്റ് ഇവിടെ ടു ബി അനൗൺസ്ഡ് ആണ് പറയുന്നത്, അതും ഇവിടെ പറയുന്നില്ല. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അത് അനൗൺസ്ഡ് ആണ്, ഇത് അനൗൺസ് ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇവര് പറയുന്നുണ്ട് ലൊക്കേഷൻ? ഞാൻ നിങ്ങളോട് 3 സ്ഥലമേ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ബാംഗ്ലൂർ, ചെന്നൈ, നമ്മുടെ തിരുവനന്തപുരമാണ്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ 600+ വരുന്നത്? അഹമ്മദാബാദിൽ 50 ഉണ്ട്, ബാംഗ്ലൂരിൽ 28 ഉണ്ട്. ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ 28 ഉണ്ട്. ഭോപ്പാലിൽ 25 ഉണ്ട്, ഭുവനേശ്വറിൽ 24, ചണ്ഡീഗഡിൽ 31, ചെന്നൈയിൽ 71 വേക്കൻസി ഉണ്ട്. ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ, 71 വേക്കൻസി ഉണ്ട്. ഗുവാഹട്ടിയിൽ 38, ഹൈദരാബാദ് 57, ജമ്മു 9, ജയ്പൂർ 43, കാൺപൂർ 69, കൊൽക്കത്ത 35, ഉണ്ട് 202 വേക്കൻസി ഉണ്ട്, കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദി അറിഞ്ഞിരിക്കണം, പക്ഷേ അല്ലെങ്കിൽ മറാഠി അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക്. നാഗ്പൂർ 55 വേക്കൻസി ഉണ്ട്, ന്യൂഡൽഹി 50 വേക്കൻസി ഉണ്ട്, പട്ന 28 വേക്കൻസി ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. ഇവിടെ നിങ്ങൾ നോക്കണം, തിരുവനന്തപുരം 26 വേക്കൻസി ഉണ്ട്, 841 വേക്കൻസി ഉണ്ട്. അവിടെ 600 പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കുറയാനോ കൂടാനോ സാധ്യതയുണ്ട്. RBI ഓഫീസ് അറ്റൻഡന്റ് ടു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് പറയുന്നത്. ഇത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ദ RBI ഓഫീസ് അറ്റൻഡന്റ് റിക്വയർ കാൻഡിഡേറ്റ് ടു ഹാവ് പാസ്ഡ് 10th. നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആപ്ലിക്കേഷൻ മസ്റ്റ് ബി ബിറ്റ്വീൻ 18 and 25 ഇയേഴ്സ് ഏജ്. നിങ്ങൾ 18നും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി കാൻഡിഡേറ്റ് മസ്റ്റ് മീറ്റ് ദ ഫോളോയിങ് എലിജിബിലിറ്റി. താഴെ പറയുന്ന കാര്യങ്ങളുണ്ട്. മിനിമം ഏജ് എന്ന് പറയുന്ന 18 വയസ്സാണ്, മാക്സിമം ഏജ് എന്ന് പറയുന്നത് 25 വയസ്സാണ്. ഏജ് റിലാക്സേഷൻ വിൽ ബി പ്രൊവൈഡഡ് ടു റിസർവ്ഡ് കാറ്റഗറി ആസ് പെർ ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള റിസർവ്ഡ് കാൻഡിഡേറ്റിനുള്ള ആ ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റി ഇവിടെ പറയുന്നത് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് 10th സ്റ്റാൻഡേർഡ്. കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് 10th സ്റ്റാൻഡേർഡ്, SSLC ഓർ മെട്രിക്കുലേഷൻ ഇവിടെ പറയുന്നുണ്ട്. ആപ്ലിക്കന്റ് മസ്റ്റ് ആൾസോ ബി ഡൊമിസിൽ ഓഫ് ദ സെയിം സ്റ്റേറ്റ്. നിങ്ങൾ ആ ഡൊമിസിൽ നിങ്ങളുടെ ആ സ്റ്റേറ്റ്, നമ്മൾ കേരളത്തിലാകുമ്പോഴത്തേക്ക് നമ്മുടെ ഡൊമിസിൽ കേരളം വരും. അപ്പൊ ഈ സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾ ഉള്ളവരായിരിക്കണം. നിങ്ങൾക്ക് ആ ലോക്കൽ ലാംഗ്വേജിന്റെ പ്രശ്നം വരും, അതുകൊണ്ടാണ്. ഓൺലി അണ്ടർ ഗ്രാജുവേറ്റ് കാൻഡിഡേറ്റ് ആർ എലിജിബിൾ ടു അപ്ലൈ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 12ാം ക്ലാസ് അപ്ലൈ ചെയ്യാൻ പറ്റും, അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നുണ്ട് ഓൺലി അണ്ടർ ഗ്രാജുവേറ്റ് കാൻഡിഡേറ്റ് ആർ എലിജിബിൾ ടു അപ്ലൈ. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ട്, ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷൻ ആണ്. രണ്ടാമത്തെ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്. ഈ 2 ടെസ്റ്റ് ഉണ്ട്. ഒന്ന് ലോക്കൽ ലാംഗ്വേജിന്റെ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മലയാളത്തിൽ നമ്മൾക്കാർക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ പിന്നെ അത് കുഴപ്പമില്ല. അതും ഈ ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ്സുകാരുടെ ആ തരത്തിലുള്ള എക്സാം ആണ്. വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇവിടെ എക്സാമിനെ പറ്റി പറയുന്നുണ്ട്. റീസണിങ് 30 മാർക്ക്, 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. ജനറൽ അവയർനെസ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. ന്യൂമറിക്കൽ എബിലിറ്റി 30 ക്വസ്റ്റ്യൻ 120 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് 120 മാർക്കാണ്. നിങ്ങൾക്ക് 90 മിനിറ്റ് 90 മിനിറ്റിലാണ്. അതായത് നിങ്ങൾക്ക് 1.5 മണിക്കൂറത്തെ സമയമുണ്ട്. നിങ്ങൾക്ക് 120 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. ഓഫീസ് അറ്റൻഡന്റ് സാലറി, നിങ്ങളുടെ സാലറി പറയുന്നത് ഫോർ ദ RBI ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റ് ദ സ്റ്റാർട്ടിംഗ് ബേസിക് സാലറി 10,940 per month as per the pay scale 10,940, 380, 1240, 60. നിങ്ങളുടെ ഏറ്റവും അവസാനമായിട്ടൊരു സാലറി വരുന്നത് 23,700 വരെയുള്ള ഒരു സാലറിയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ പറയുന്നുണ്ട് അറ്റ് പ്രസന്റ് ദ ഗ്രോസ് മന്ത്ലി സാലറി ഈസ് അറൌണ്ട് 26,508. നിങ്ങൾക്ക് വേണ്ടി ചില ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ RBI ഓഫീസ് അറ്റൻഡന്റ് റിക്രൂട്ട്മെന്റ് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അതിന്റെ ഉത്തരം, നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവും തന്നെ അവർ തന്നിട്ടുണ്ട്. ദ RBI ഓഫീസ് അറ്റൻഡന്റ് റിക്രൂട്ട്മെന്റ് 2026 is a government job opportunity for candidates seeking a vacant and prestigious position in the banking sector. നിങ്ങൾ ബാങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വേക്കൻസി ആണെന്ന് പറയുന്നത്. വെൻ വിൽ ദ RBI ഓഫീസ് അറ്റൻഡന്റ് നോട്ടിഫിക്കേഷൻ എന്ന് റിലീസ് ആകുമെന്ന് നിങ്ങൾ നോക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകും. ഹൗ മെനി വേക്കൻസീസ് ആർ എഫക്റ്റഡ് ഇൻ RBI ഓഫീസ് അറ്റൻഡന്റ്. ഈ അറ്റൻഡന്റിന്റെ പോസ്റ്റിന് എന്തുമാത്രം വേക്കൻസി നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ദ സെലക്ഷൻ പ്രോസസ് ഞാൻ ഒന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. അവിടുന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സംശയം ചോദിക്കുന്നതിനെല്ലാം ഇവിടെ അവർ ഉത്തരവും തന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ നോട്ടിഫിക്കേഷൻ നല്ല കണക്ക് വായിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന്റെ ആ കോളം നല്ലപോലെ പഠിക്കുകയും ആ എക്സാമിന്റെ അവയർനെസിനെ പറ്റിയൊക്കെയുള്ള ഇവിടെ പല
ഇത് സബ്ജക്ട് പറയുന്നുണ്ട് ഇവിടെ എക്സാമിനെ പറ്റി. നിങ്ങൾ റീസണിങ് എന്താണ് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി 10ാം ക്ലാസ്സുകാരാണ്, നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ റീസണിങ് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയി നോക്കിയാൽ മതി. ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ട്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഫ്ലിപ്കാർട്ട്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ സെർച്ച് ബാറിൽ നിങ്ങൾ റീസണിങ് എക്സാം ബുക്ക് ഫോർ 10th നമുക്ക് അത് എഴുതിയാൽ മതി. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ഇതിവിടെ കാണിക്കും. ഇവിടെ ബുക്കൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇവിടെ ദോഹ ഗോ ടു ഗൈഡ് ഫോർ വിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ബുക്കുകൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ ഈ ബുക്കുകളിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അതല്ലാതെ ഒരുപാടുണ്ട്. ഇപ്പൊ സമയം പോകുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.